നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേവിയെ എനിക്കെങ്ങനെ മറക്കാൻ പറ്റുമമ്മേ? ഓർക്കാൻ തക്കതായ ഏത് നല്ല കാര്യങ്ങൾ ഇവക്ക് ചെയ്തു കൊടുത്തിട്ടാ നീ ആ മാധുരിയുടെ പുറകെ പോയത്? ജീവിതാവസാനം വരെ കരയാനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് പോയതാണോ നിനക്ക് മറക്കാൻ പറ്റാത്തത്? എന്താടാ ഞാൻ ചോദിച്ചതിന് നിനക്ക് ഉത്തരവില്ലേ? അമ്മേ, ഈ ദേവിയുടെ കഴുത്തില് താലി കെട്ടിയവനാ ഞാൻ. എന്ത് താലി? ഏത് ദേവി? ഒരു പെണ്ണിന്റെ സീമന്ത സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാ ഈ താലിമാല. അതൊരു പുരുഷൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ ചാർത്തുന്നതോടെ അവരിരുവരും മനസ്സുകൊണ്ട് ഒന്നായി എന്നർത്ഥം. അങ്ങനെ നടക്കുന്ന കല്യാണം കടലാസിൽ എഴുതി ഒപ്പിടുന്ന ഒരു എഗ്രിമെന്റ് അല്ല. മനസ്സും ഒന്നായതിന്റെ രേഖയാ ദൈവസാക്ഷിയായ ഉടമ്പടി. ആ ഉടമ്പടി നീ തെറ്റിച്ചു. കെട്ടിയ പെണ്ണിന് കണ്ണീര് മാത്രം കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് നീ മറ്റൊരു പെണ്ണിന്റെ പിറകെ പോയി. ഈ കഴുത്തി കിടക്കുന്ന താലിയുടെ പവിത്രത പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും അറിയില്ലായിരിക്കും. പക്ഷേ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയ്ക്ക് അതറിയാമടാ. അതറിയാവുന്നത് കൊണ്ട് തന്നെ നീ എനിക്ക് ശത്രുവാ. ഞാൻ എന്തെങ്കിലും നിന്നോട് ക്ഷമിക്കുമെന്ന് ഈ ജന്മത്തെ നീ പ്രതീക്ഷിക്കേണ്ട. എനിക്ക് അംഗീകരിക്കാവുന്ന ഒരു തെറ്റല്ല നീ ചെയ്തത്. അവൻ ദേവിയെ സ്നേഹിക്കാൻ വന്നിരിക്കുന്നു. അവളുടെ മനസ്സ് തകർത്ത് കളഞ്ഞിട്ട് അവൻ ലോഹ്യം കൂടാൻ വന്നിരിക്കുന്നു. നീ ഒരുത്തൻ കാരണമാ ഈ തറവാട്ടിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഞാൻ ഒരിക്കൽ കൂടി പറയാ, നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോവരുത്. ആ മുൻവാതിൽ കടന്ന് നീ ഇതിനകത്തേക്ക് കയറി പോവരുത്. ആകെ തകർന്നു നിൽക്കുന്ന മീനാക്ഷിയെ ഇനിയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നിന്നെ ഞാൻ ഇറക്കി വിടുന്നില്ല. അത് കണ്ട ആ കുഞ്ഞ് വീണ്ടും കരയും. എന്തായാലും അവളുടെ അച്ഛനായി പോയില്ലേ നീ? അതുകൊണ്ട് നിനക്ക് ഞാനൊരു ഔദാര്യം ചെയ്യാം. പരോള് കഴിഞ്ഞ് മടങ്ങുന്നത് വരെ ഔട്ട് ഹൗസ് നിനക്ക് ഉപയോഗിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.